രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന്റെ ഭാഗം പുറത്തേക്ക് വന്നപ്പോൾ ന്യായമായി വരുന്നൊരു സംശയം മറ്റ് പാർട്ടികൾ എന്ത് പറഞ്ഞു എന്നത് കൂടിയാണല്ലോ. യോഗത്തിന്റെ ധാരണയ്ക്ക് വിരുദ്ധമായി ഈ കാര്യങ്ങൾ പുറത്തുവിട്ടത് ഒരു അസംതൃപ്തിയും അസ്വാരസ്യവുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ത്യ സഖ്യത്തിനകത്ത് അങ്ങനെ ഒരു എല്ലാ പാർട്ടികൾക്കും അവരുടേതായ സ്വതന്ത്രമായ വ്യക്തിത്വം. ഒരു ചായ കുടിക്കുന്നതിന് പോലും 4-5 രൂപ അധികം കൊടുക്കേണ്ട ഒരു സാഹചര്യം പെട്ടെന്ന് സൃഷ്ടിച്ചു. പക്ഷേ മോഡി ഗവൺമെന്റിന്റെ 12 വർഷങ്ങൾ ആഘോഷിക്കുന്ന തിരക്കിലാണ് ഒരു കൂട്ടം മാധ്യമങ്ങളും കേന്ദ്ര ഗവൺമെന്റിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളും. BJP മോഡി ഭരണത്തെ അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് അസാധ്യമായിരിക്കുന്ന ഒരു കാര്യമേ അല്ല. ജനവികാരത്തെ അടിച്ചമർത്താൻ സാധിക്കില്ല എന്നതാണ് വസ്തുത. കുറച്ചു കാലം കൂടെ ഇങ്ങനെ പോയേക്കാം. മോഡിയാണ് ഒരുപക്ഷെ ഈ സതീശ സുൽത്താനേറ്റിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു നേതാവ് രാഹുൽ ഗാന്ധിയേക്കാൾ എന്ന് തെളിയിക്കുന്നതാണ് ധാരാളം പുതിയ സംഭവവികാസങ്ങൾ. ജൂൺ മാസം 8-ാം തീയതിയാണ് ദീർഘകാലത്തിന് ശേഷം ഇന്ത്യ അലയൻസിൽപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ന്യൂഡൽഹിയിൽ ചേർന്നത്. ഏറെക്കാലമായി ചേരാത്ത ഒരു യോഗമായതുകൊണ്ടും 4 സംസ്ഥാനങ്ങളിലെയും പിന്നെ പോണ്ടിച്ചേരിയിലെയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ചേരുന്ന യോഗമായതുകൊണ്ടും സവിശേഷമായ ഒരു പ്രാധാന്യം അതിനുണ്ടായിരുന്നു. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിരിക്കുന്ന പ്രധാന പാർട്ടികളുടെ നേതാക്കളെല്ലാം ആ യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി. DMK വിട്ടുനിന്നു. ജാർഖണ്ഡ് മുക്തിമോർച്ചയും ശിവസേന ഉദ്ധവ് വിഭാഗവും ഓൺലൈനിലാണ് യോഗത്തിൽ പങ്കെടുത്തത്. 3 മണിക്കൂറോളം നീണ്ടുനിന്ന ആ യോഗം വളരെ ഫലപ്രദമായ ചർച്ചകളാലും കൈക്കൊണ്ട തീരുമാനങ്ങളാലും വളരെ ശ്രദ്ധേയമായിരുന്നു. യോഗത്തിനകത്ത് നടന്ന ചർച്ചകളുടെ വിശദാംശങ്ങൾ പുറത്തു പറയേണ്ടതില്ല എന്നൊരു പൊതുധാരണയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ആ ധാരണ ലംഘിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടി തന്നെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം എഡിറ്റ് ചെയ്തിട്ടാണെങ്കിലും പുറത്തേക്ക് വിടുന്ന സ്ഥിതിയുണ്ടായി. സ്വാഭാവികമായും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന്റെ ഭാഗം പുറത്തേക്ക് വന്നപ്പോൾ കോൺഗ്രസ് തന്നെ അത് ഔദ്യോഗികമായി പുറത്തുവിട്ടപ്പോൾ ന്യായമായി വരുന്നൊരു സംശയം മറ്റ് പാർട്ടികൾ എന്ത് പറഞ്ഞു എന്നത് കൂടിയാണല്ലോ. ചർച്ചകളെല്ലാം ക്രോഡീകരിച്ചതിന് ശേഷം ഒരു മറുപടി എന്ന രൂപത്തിൽ പറഞ്ഞതായിട്ടാണ് കോൺഗ്രസ് അവതരിപ്പിക്കുന്നത്. യോഗത്തിൽ പങ്കെടുത്ത നേതാക്കന്മാർ നടത്തിയ പ്രസംഗങ്ങൾ എന്താണെന്ന് സ്വാഭാവികമായും ആ നിലയിൽ ജനങ്ങൾക്കറിയുക താല്പര്യമുള്ള കാര്യമാണ്. രൂക്ഷമായ വിമർശനം കോൺഗ്രസിനെതിരെ, അവർ സംഭവങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനെതിരെ യോഗത്തിൽ ഉയർന്നു വന്നു എന്നതൊരു വസ്തുതയാണ്. സമാജ്വാദി പാർട്ടി നേതാവ് ശ്രീ അഖിലേഷ് സിംഗ് യാദവ് തുടക്കമിട്ട ആ ചർച്ച ഏതാണ്ട് ഒരേ രീതിയിലാണ് മുന്നോട്ട് പോയത്. ഒരേ രീതി എന്ന് പറയുമ്പോൾ പ്രബലരായിരിക്കുന്ന പ്രാദേശിക കക്ഷി നേതാക്കന്മാരെല്ലാം കോൺഗ്രസ് ദേശീയ തലത്തിലും അപത് സംസ്ഥാന തലത്തിലും കുറെ കൂടി പ്രായോഗികമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നി പറഞ്ഞു. DMK പോലൊരു പാർട്ടിയോട് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ച അപക്വമായ സമീപനത്തെ തുറന്നു പറഞ്ഞു. നരേന്ദ്രമോദിയോട് പോലും വളരെ അടുപ്പമുണ്ടായിരുന്ന ആളുകളെ ബീഹാറിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളാക്കി. ജയിച്ചു വന്ന ആളുകൾ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കൂറുമാറി BJPക്ക് NDAക്ക് സഹായകമായ നിലപാടെടുത്ത കാര്യം തേജസ്വി ചൂണ്ടിക്കാണിച്ചു. നാഷണൽ കോൺഫറൻസിന്റെ നേതാവായിരിക്കുന്ന ഒമർ അബ്ദുള്ളയും സമാനമായ രീതിയിലുള്ള വിമർശനങ്ങൾ വരുത്തുകയുണ്ടായി. ഇടതു പാർട്ടികൾ എന്നുള്ള നിലയിൽ യോഗത്തിൽ പങ്കെടുത്ത CPI ജനറൽ സെക്രട്ടറി സഖാവ് D രാജ കോൺഗ്രസിന്റെ സമീപനത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. പ്രത്യേകിച്ച് കേരളം പോലൊരു സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം സ്വീകരിക്കുന്ന സമീപനം എന്ന് പറയുന്നത് മുന്നണി മര്യാദകളുടെ അന്തസത്തക്ക് നിരക്കാത്ത ഒന്നാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു. BJPയുമായി സഖ്യം ഇടതുപക്ഷത്തിനുണ്ട് എന്ന ഒരു കള്ളപ്രചാരണം കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ ദേശീയ തലത്തിലുള്ളവർ നടത്തുമ്പോൾ അത് ഇന്ത്യ സഖ്യത്തിന്റെ രാഷ്ട്രീയത്തെ നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ആ കാര്യം ചെയ്യാൻ പാടില്ലായിരുന്നു. അതുമാത്രമല്ല, ഇടതുപക്ഷം അല്ലാതായിരിക്കുന്നു എന്ന എന്തടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് നേതാക്കന്മാർക്ക്, ദേശീയ നേതാക്കന്മാർക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കുക? ഇത്തരത്തിൽ വളരെ ഗൗരവമായ ചില കാര്യങ്ങൾ അവിടെ
പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉയർത്തി കാണിക്കുകയുണ്ടായി. ഏതായിരുന്നാലും എല്ലാ ചർച്ചകൾക്കും ശേഷം അവസാനം 2 മാസത്തിലൊരിക്കൽ യോഗം ചേരുന്നതിനും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നതിനും ഒക്കെ തീരുമാനിക്കുകയുണ്ടായി. ഫലപ്രദമായി ഇത് മുന്നോട്ട് പോകേണ്ടതിന്റെ ആവശ്യകത എല്ലാവരും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് കോൺഗ്രസ് നേതൃത്വം ഒരു വലിയ സംഭവം കണക്കെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം പുറത്തേക്ക് വിടുന്നത്. അത് പുറത്തു വന്നപ്പോൾ ഉണ്ടായ ഒരു ആഘാതം എന്ന് പറയുന്നത് ഏതാണ്ട് ഈ വിമർശനങ്ങളോടെല്ലാമുള്ള കോൺഗ്രസിന്റെ സമീപനം അതിൽ നിന്ന് വ്യക്തമാണ്. വിമർശനങ്ങളെ ഏതാണ്ട് ഒരു വിഷം കണക്കെ അത് കണക്കാക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശം ആ പ്രസംഗത്തിലെ മറുപടിയിൽ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. ശിവൻ എല്ലാ വിഷവും ഇങ്ങനെ കുടിച്ച് അത് അങ്ങനെയാണ് കഴുത്ത് നീലയായി എന്ന പുരാണത്തിലെ ഭാഗമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പരാമർശിക്കുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ, എത്ര വിമർശനങ്ങളായിരുന്നാലും ഞങ്ങൾ ഉൾക്കൊള്ളുന്നവരാണ്, എല്ലാം ഞങ്ങൾ കോൺഗ്രസ് ആണ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു പ്രതീതി ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹം പരാമർശം നടത്തി. ഫലത്തില് യോഗത്തിന്റെ ധാരണക്ക് വിരുദ്ധമായി ഈ കാര്യങ്ങൾ പുറത്തുവിട്ടത് ഒരു അസംതൃപ്തിയും അസ്വാരസ്യവുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായിരുന്നാലും ഇന്ത്യ സഖ്യത്തിനകത്ത് അങ്ങനെ എല്ലാ പാർട്ടികൾക്കും അവരുടേതായ സ്വതന്ത്രമായ വ്യക്തിത്വമുണ്ട്. അപ്പൊ അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രമേ എല്ലാവർക്കും മുന്നോട്ട് പോവുക സാധ്യമാവുകയുള്ളൂ. ദേശീയാടിസ്ഥാനത്തിൽ RSSനെതിരെ ഉള്ള ഒരു വിശാലമായ കൂട്ടായ്മ എന്ന നിലയിലേക്കാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം മാറുന്നത്. BJPയേക്കാൾ കൂടുതൽ ശക്തമായി എതിർക്കേണ്ട ഒരു അടിസ്ഥാനമായി എതിർക്കേണ്ടത് RSSനെയാണ് എന്ന തിരിച്ചറിവ് ഇന്ന് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലും നല്ലതുപോലെ ഉണ്ടായിരിക്കുന്നു. യോഗത്തിന്റെ ഒരു പ്രത്യേകത, സാധാരണഗതിയിൽ ഈ വിഷയങ്ങൾ ഉന്നയിക്കാത്ത പല രാഷ്ട്രീയ പാർട്ടികളും RSS എന്ന അപകടത്തെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു എന്നുള്ളതാണ്. RSSന്റെ ഒരു രാഷ്ട്രീയ മുഖം മാത്രമാണ് BJP എന്ന് നമുക്കറിയാം. പാമലയില് നമ്മുടെ എല്ലാ സംവിധാനങ്ങളിലും അത് പിടിമുറുക്കിയിരിക്കുന്നു. അത് ഇലക്ഷൻ കമ്മീഷനെ നിയന്ത്രണത്തിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ അന്വേഷണ ഏജൻസികളെ പരിധിയിലാക്കിയിരിക്കുന്നു. ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ഇപ്പോഴും അതിന്റെ കയ്യിൽ തന്നെയാണ്. സോഷ്യൽ മീഡിയക്കകത്ത് അതിഭീകരമായ ഇൻവെസ്റ്റ്മെന്റ് നടത്തി പുതിയ നെറേറ്റീവുകൾ അതിന് സൃഷ്ടിക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം പ്രതിപക്ഷത്തിന്റെ സ്ഥാനവും കൂടെ തട്ടിയെടുക്കുന്നതിന് വേണ്ടി അത് പരിശ്രമിക്കുന്നു എന്നതാണ് ബംഗാളിൽ ഉൾപ്പെടെയുള്ള സംഭവവികാസങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്തരമൊരു സാഹചര്യത്തിൽ നല്ല ജാഗ്രതയോടുകൂടി നമ്മുടെ ഈ കക്ഷികളെല്ലാം തന്നെ മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. 4000 വോട്ടിംഗ് മെഷീനുകൾ ബംഗാളിൽ ഇന്ന നിൽപ്പിൽ കത്തിപ്പോയത് നമ്മൾ കാണുകയുണ്ടായല്ലോ. യഥാർത്ഥത്തിൽ വളരെ ആസൂത്രിതമായ സംഘടിതമായ പരിശ്രമങ്ങളിലൂടെ താക്കോൽ സ്ഥാനങ്ങളിൽ ആധിപത്യം അരക്കിട്ടുറപ്പിച്ചുകൊണ്ടാണ് സംഘപരിവാർ മുന്നോട്ട് പോകുന്നത്. വ്യാപകമായ അസംതൃപ്തി BJP ഭരണത്തിനെതിരെ ഇന്ത്യയിൽ ഉണ്ട് എന്നതൊരു വസ്തുതയാണ്. പക്ഷെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അത് പ്രകടമാകുന്നില്ല. അപ്പൊ എന്തൊരു മേജിക്കാണ് എന്ന് ജനം നല്ലതുപോലെ ചിന്തിക്കുന്നുണ്ട്. ഈ പുതിയ യുദ്ധത്തിന് ശേഷം ആ സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഒട്ടേറെ ചെറുകിട ഹോട്ടലുകൾ പൂട്ടിപ്പോകുന്ന സ്ഥിതിയുണ്ടായി. നൂറുകണക്കിന് ആളുകൾ തൊഴിൽ രഹിതരായി. സാധനങ്ങളുടെ വിലക്കയറ്റം എന്ന് പറയുമ്പോൾ നല്ലതുപോലെ വർദ്ധിച്ചു. മലയാളികളായിരിക്കുമ്പോൾ നമ്മുടെയും അനുഭവം അതാണ്. ഈ വിലവർദ്ധനവ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ബാധിക്കുന്ന ഒരു പ്രശ്നമായി. ഒരു ചായ കുടിക്കുന്നതിന് പോലും 4-5 രൂപ അധികം കൊടുക്കേണ്ട ഒരു സാഹചര്യം പെട്ടെന്ന് സൃഷ്ടിച്ചു. പക്ഷേ മോഡി ഗവൺമെന്റിന്റെ 12 വർഷങ്ങൾ ആഘോഷിക്കുന്ന തിരക്കിലാണ് ഒരു കൂട്ടം മാധ്യമങ്ങളും കേന്ദ്ര ഗവൺമെന്റിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളും. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യാപകമായ അസംതൃപ്തിയുള്ള വർഷങ്ങളാണ് പിന്നിട്ടത്. പക്ഷെ ഇതിനെല്ലാം എങ്ങനെയാണ് തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു രാഷ്ട്രീയ പ്രശ്നമായി ഇന്ത്യയിൽ നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും കൂടുതൽ ഐക്യത്തോടുകൂടി യോജിപ്പോടുകൂടി ഈ കക്ഷികളെല്ലാം മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. BJP മോഡി ഭരണത്തെ അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് അസാധ്യമായിരിക്കുന്ന ഒരു കാര്യമേ അല്ല. പക്ഷെ ഈ അപകടത്തിന്റെ ഭീകരത മനസ്സിലാക്കിക്കൊണ്ട് യാഥാർത്ഥ്യബോധത്തോടെയുള്ള നിലപാടുകൾ സ്വീകരിക്കുക എന്നതാണ് കരണീയമായിട്ടുള്ളത്. അപ്പൊ അതില് സമഗ്രമായ ഇലക്ഷൻ പരിഷ്കരണം, ഇലക്ട്രൽ റിഫോംസ് എന്ന് പറയുന്നത് ഇപ്പോ എല്ലാ പാർട്ടികളും ആവശ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഒരു പ്രത്യേകത. ബാലറ്റ് സിസ്റ്റത്തിലേക്ക് തിരികെ പോകുന്നതാണ് നമ്മുടെ രാജ്യത്തിന് നല്ലത് എന്ന അഭിപ്രായം മിക്കവാറും കക്ഷികളിൽ ഉണ്ടായിരിക്കുന്നു. അങ്ങനെ തിരികെ പോയാൽ തന്നെ പകുതിയിലധികം പ്രശ്നങ്ങൾ അവസാനിച്ചു എന്ന് കണക്കാക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ട്. CPIയുടെ
വിജയവാഡയിൽ ചേർന്ന പാർട്ടി കോൺഗ്രസ് അതിന്റെ പ്രമേയത്തിൽ ആവശ്യപ്പെട്ട ഒരു കാര്യം കൂടിയാണത്. അതായത് നമുക്ക് റിസ്റ്റോർ ചെയ്യണം ബാലറ്റ് പേപ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. കാരണം ബാലറ്റ് പേപ്പർ ആണ് ലോകത്തിന്റെ പല രാജ്യങ്ങളിലും ഉപയോഗിക്കുന്നത്. ചില രാജ്യങ്ങളിൽ നേരത്തെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉണ്ടായിരുന്നത് എതിർപ്പിനെ തുടർന്ന് അത് മാറ്റി ബാലറ്റ് സിസ്റ്റം പുനഃസ്ഥാപിക്കുന്ന സ്ഥിതി ഉണ്ടായി. അമേരിക്ക പോലെ വളരെയധികം ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയ ഒരു രാജ്യത്തും ബാലറ്റ് പേപ്പറാണ് ഉപയോഗിക്കുന്നത് ഒരു വലിയ പരിധിയോളം. അപൂർവം ചില സ്ഥലങ്ങളിലോ ഘട്ടങ്ങളിലോ മാത്രമാണ് അവിടെ മെഷ് ഉപയോഗിക്കുന്നത്. അപ്പൊ ആ നിലയിൽ വളരെ സമഗ്രമായ മാറ്റത്തിന് വേണ്ടി ഉള്ള നിലപാടുകളുമായിട്ടാണ് ഇന്ത്യ സഖ്യത്തിലെയും പാർട്ടികൾ മുന്നോട്ട് വരുന്നത്. യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ കൂട്ടായ്മയായ ക്രോക്കോച്ച് പാർട്ടിയുടെ ഉദയവും നമ്മൾ ഇതിനിടയിൽ കണ്ടു. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെല്ലാം അതിന് പിന്തുണ നൽകി. അവരൊരു പുതിയ രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. ആശയപരമായ വലിയ അഗാധമായ ധാരണയോ അല്ലെങ്കിൽ മാറ്റത്തിന് വേണ്ടിയുള്ള വളരെ സമഗ്രമായ കാഴ്ചപ്പാടോ ഒന്നും അവർക്ക് ഉണ്ടാവണം എന്നില്ല. എങ്കിലും വിഭജനത്തിനെതിരെ സംസാരിക്കുന്നതിൽ, അതുപോലെ വിദ്യാഭ്യാസ രംഗത്തിന്റെ നവീകരണത്തിന് വേണ്ടി സംസാരിക്കുന്നതിൽ, കഴിവുകെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നതിൽ, അതുപോലെ ജഡ്ജിമാരെ ഉൾപ്പെടെ താക്കോൽ സ്ഥാനങ്ങളിലേക്ക് വീണ്ടും നിയമിക്കുന്നതിൽ, രാജ്യസഭാ നിയമനം ഉൾപ്പെടെ നടത്തിക്കൊടുക്കുന്നതിലെല്ലാം ഉള്ള അസംതൃപ്തി അവർ പരസ്യമായി പ്രകടിപ്പിച്ചു. ആ പ്രതിഷേധം ഇന്ത്യയിലെ നഗരങ്ങളിൽ കത്തിപ്പടരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ജനങ്ങളും BJPയും തമ്മിലുള്ള ഒരു മത്സരമായി ഈ 12 വർഷങ്ങൾ മാറിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ കണക്കാക്കാൻ. എല്ലാ സംവിധാനങ്ങളും ഒരു ഭാഗത്തുണ്ടെങ്കിലും ആ സംവിധാനങ്ങളെയൊക്കെ സ്വാഭാവികമായിട്ടും ഉപയോഗിച്ചുകൊണ്ട് ജനവികാരത്തെ അടിച്ചമർത്താൻ സാധിക്കില്ല എന്നതാണ് വസ്തുത. കുറച്ചു കാലം കൂടെ ഇങ്ങനെ പോയേക്കാം. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് വ്യാപകമായ ഡിഫെക്ഷൻ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു പുതിയ ഉദാഹരണം അല്ലല്ലോ. 1 സീറ്റും 2 സീറ്റും മാത്രമുള്ള സംസ്ഥാനങ്ങളിൽ അവർ ഭരണം പിടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഒറ്റക്കക്ഷിയായിരുന്നിട്ടും പലയിടങ്ങളിലും കോൺഗ്രസിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ഷണിക്കാതെ ഗവർണർമാർ BJPയെ ക്ഷണിച്ച് അധികാരം അവർക്കുണ്ടാക്കി കൊടുത്ത കാഴ്ച നമ്മൾ കണ്ടു. വടക്ക് കിഴക്കും മധ്യേന്ത്യയിലും എല്ലാം, അല്ലെങ്കിൽ ഗോവയിലും ഉൾപ്പെടെ ഈ പ്രതിഭാസം നമ്മൾ കണ്ടതാണ്. ഒരു മര്യാദയും ഇല്ലാതെ ഇപ്പൊ BJPയുടെ ഒരു MP തന്നെ പ്രഖ്യാപിച്ചല്ലോ 2 മണിക്കൂർ കൊണ്ട് ആരെയും പോക്കറ്റിലാക്കാൻ കഴിയുമെന്ന്. ആ MP തന്നെ വേറൊരു ഫണ്ടിൽ നിന്ന് കാലുമാറി BJPയിൽ പോയ ആളാണ്. അപ്പൊ ഇത്തരത്തിലുള്ള അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെ രാജ്യം പോകുന്നു. വരാനിരിക്കുന്ന പാർലമെന്റ് സമ്മേളനം തീർച്ചയായും കൂടുതൽ പ്രക്ഷുബ്ധമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ ജനാധിപത്യത്തെ കൊഞ്ഞനം കുത്തിക്കൊണ്ട് എന്തും വില കൊടുത്ത് വാങ്ങാൻ കഴിയും എന്ന ഹുങ്കോടുകൂടി ഒരു രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് പോകുന്നു. അതിനെതിരെയുള്ള വിപുലമായ ഒരു കൂട്ടായ്മയാണ് നമുക്ക് ആവശ്യം. ആ കൂട്ടായ്മക്ക് എന്ന നിലയിൽ ഇന്ത്യ സഖ്യത്തിന് ഇപ്പോഴും ഒരു പ്രസക്തിയുണ്ട്. അത് മനസ്സിലാക്കി ബന്ധപ്പെട്ടവർ പ്രവർത്തിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വം സ്വാഭാവികമായും അതിനാവശ്യമായ ജാഗ്രത അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കാണിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം സ്വാഭാവികമായിട്ടും ഈ അഖിലേന്ത്യാ നിലപാടുകളോട് പോലും പൊരുത്തപ്പെടുന്നവരല്ല എന്ന് തെളിയിക്കുന്ന ധാരാളം സംഭവങ്ങൾ ഉണ്ടായി. മോഡിയാണ് ഒരുപക്ഷെ ഈ സതീശ സുൽത്താനേറ്റിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു നേതാവ് രാഹുൽ ഗാന്ധിയേക്കാൾ എന്ന് തെളിയിക്കുന്നതാണ് ധാരാളം പുതിയ സംഭവ വികാസങ്ങൾ. ആ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പിന്നീട് ഒരു ഘട്ടത്തിൽ സംസാരിക്കാമെന്ന് കരുതുന്നു. അഭിവാദ്യങ്ങൾ.